ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു കുഞ്ഞു പരിപാടിയാണ്, പക്ഷേ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും മകരസംക്രാന്തിയോട് അടുപ്പിച്ചുണ്ടായിരുന്ന ഒരു ഫംഗ്ഷനാണ്. ഇതിപ്പോൾ ഇടുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫാമിലി ട്രാൻസ്ഫർ പോയിട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് എല്ലാവരും ഓരോരുത്തരായിട്ട് പോവുകയാണ്. ഇനി അങ്ങോട്ട് കുറച്ച് ദിവസം ഈ സെൻഡ് ഓഫ് തന്നെ ആയിരിക്കും. അപ്പം ഈ ഒരു ഫംഗ്ഷൻ എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും മകൾക്ക് വേണ്ടിയിട്ട് അവർ നടത്തിയൊരു ഫംഗ്ഷനാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളെ ഇൻവൈറ്റ് ചെയ്തു, ജസ്റ്റ് ഒന്ന് വരണം, ഇങ്ങനത്തെ പരിപാടി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെല്ലുന്നവരെ എല്ലാവരെയും അവരിങ്ങനെ ഇങ്ങനെ സ്വീകരിക്കുന്നുണ്ടായിരുന്നു. ദക്ഷിണയൊക്കെ തന്നിട്ട് അടയ്ക്കുകയും സ്വീറ്റ്സൊക്കെ തന്നിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഭയങ്കര റെസ്പെക്റ്റ്ഫുള്ളി സ്വീകരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് എനിക്ക് വീഡിയോ എടുത്ത് തന്ന ആൾ ഭയങ്കരമായിട്ട് ഷെയ്ക്ക് ചെയ്തെടുത്തുകൊണ്ട് അത് മര്യാദയ്ക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനൊന്ന് പറയാം. ഫസ്റ്റ് നമ്മൾ ചെന്നിരിക്കും, നമ്മളെ അവിടെ ഇൻവൈറ്റ് ചെയ്തൊരു സീറ്റിൽ ഇരുത്തിയിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നവർ തിരുത്തും. എന്നിട്ട് മഞ്ഞളും കുങ്കുമം എല്ലാം ചാർത്തിയിട്ട് നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ട് നമ്മളെ വിഷ് ചെയ്തിട്ട് നമുക്ക് അടയ്ക്കയും വെറ്റിലയിൽ അടയ്ക്കയും 1 രൂപ നാണയം കൂടെ തന്നിട്ട് നമുക്ക് ദക്ഷിണ തരുന്ന പോലെ അങ്ങനെ തരും. തന്നിട്ട് നമുക്ക് സ്വീറ്റ്സ് തരും. തന്നിട്ട് നമ്മുടെ കാലിലെല്ലാം തൊഴുതു അങ്ങനെ ഒരു പ്രാർത്ഥിക്കുന്ന രീതിയിലാണ്. അപ്പം അവിടെ വന്നിരിക്കുന്ന ഭൂരിഭാഗം പേരും നോർത്ത് ഇന്ത്യൻസ് ആണെങ്കിലും അവർക്കൊന്നും ഇങ്ങനത്തെ ചടങ്ങുകൾ അറിയില്ല. പർട്ടിക്കുലർലി ഈ ചെയ്യുന്ന ആളുടെ നാട്ടിൽ മാത്രമുള്ളതാണ് കേട്ടോ. അപ്പം എല്ലാവരെയും ചെന്നിരിക്കുന്ന നമ്മുടെ ബിൽഡിങ്ങിലുള്ള 10 ഫാമിലിയിലെ 10 പേരും വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബിൽഡിങ്ങിൽ മാത്രം ഒതുങ്ങിക്കൂടിയൊരു ചടങ്ങായിരുന്നു. അപ്പം ഈ ബ്ലൂ ഡ്രസ്സ് ഇട്ടിരിക്കുന്ന മോളുടെ പേരിലുള്ള മോക്ഷുവിൻ്റെ പേരിലുള്ള ചടങ്ങുകളാണ് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. നമ്മൾ ജസ്റ്റ് ഗസ്റ്റായിട്ട് പോയി അവിടെ ഈ വന്നിരിക്കുന്ന ആർക്കും അറിയില്ല എന്നുള്ളതാണ്. അപ്പം ഇപ്പോൾ കേരളത്തിലെ ഒരു ചടങ്ങാണ്, കേരളത്തിലുള്ള എല്ലാവർക്കും ഒരുവിധം അറിയാമല്ലോ. പക്ഷേ ഇവർ മഹാരാഷ്ട്ര സൈഡിലുള്ളവർക്ക് മാത്രം അറിയാവുന്ന ഒരു ചടങ്ങാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കിതാണ് കേട്ടോ പ്രസാദമായിട്ട് അവർ തന്നത്. അപ്പോൾ അതിനുശേഷം മകളെ ഇരുത്തിയിട്ട് ഇങ്ങനെ ആരതിയൊക്കെ ആരതി ഒഴിഞ്ഞ് അവൾക്ക് വേണ്ടി എല്ലാവരും വിഷൊക്കെ ചെയ്യും. എല്ലാവരും വരുന്ന സ്ത്രീകളെല്ലാവരും ഇങ്ങനെ ആരതി ഒഴിഞ്ഞ്, നമ്മൾ കണ്ണൂർ സൈഡിലൊക്കെ കല്യാണം കഴിഞ്ഞ് നമ്മൾ അരിയും പൂവിടുന്നൊരു പരിപാടി ഉണ്ടല്ലോ തലയിൽ, അതുപോലെ ഇവർ വെച്ചിരിക്കുന്നത് ഒരു പാത്രത്തിൽ നിറയെ മലരും നമ്മുടെ പൊരിയും അതേപോലെ നമ്മുടെ മിഠായിസ് സ്വീറ്റ്സുമാണ്. അപ്പം അതിങ്ങനെ കുട്ടീനെ ഇങ്ങനെ ഒഴിഞ്ഞ് തലക്കിടുന്നൊരു പരിപാടിയാണ്. അപ്പം ഇതിൻ്റെ കാര്യം കാരണം എന്തെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ എത്രത്തോളം ഭാഷകളുണ്ടോ അത്രത്തോളം വെറൈറ്റി ആയിട്ടുള്ള ഫെസ്റ്റിവൽസും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ അത് നമ്മൾ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് തന്നെ ജീവിച്ച് മരിച്ചു പോകുന്ന ഒരാൾക്ക് അത് മനസ്സിലാവില്ല. പക്ഷെ നമ്മളിങ്ങനെ ഈ ഒരു ജോലിയായിട്ട് ഈ ഇന്ത്യ മൊത്തവും കറങ്ങി അടിച്ച് നടക്കുന്നത് കൊണ്ട് നമുക്ക് പല കാര്യങ്ങൾ അറിയാൻ പറ്റുമ്പോൾ എല്ലാത്തിനകത്തുമുള്ള പോസിറ്റീവ്സ് എടുക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നവരുടെ ഫാമിലിയിലൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കേരളത്തിൽ മൊത്തവും ദീപാവലി സെലിബ്രേറ്റ് ചെയ്യണമെന്നില്ലല്ലോ. അതേപോലെ എല്ലായിടത്തും നവരാത്രി ഒരുപോലെ ആവണമെന്നില്ല. അപ്പം പക്ഷേ ഇങ്ങനെ ഒരു ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ആൾക്കാർ എന്തായാലും ഇതെല്ലാം സെലിബ്രേറ്റ് ചെയ്യും. കാരണം എല്ലാത്തിൻ്റെയും നല്ലൊരു പോർഷൻ നമ്മൾ എടുക്കുമല്ലോ. ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ അരിയാണ് ഇങ്ങനെ വെച്ചിട്ട് ആശീർവദിക്കുക. അതേപോലെ കുഞ്ഞിനെ ഇവിടെ പൊരിക്കൊണ്ട് വെച്ചിട്ട് എല്ലാവർക്കും സ്വീറ്റ്സൊക്കെ കൊടുത്ത് ഈ സ്വീറ്റ്സും കൂടി അവിടെ തലവഴി ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാണ് ആൾക്ക്. അവളുടെ ലൈഫിൽ എനിക്ക് തോന്നുന്നു ഒരു വട്ടേ ചെയ്യുള്ളായിരിക്കും, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഇതിനെക്കുറിച്ചിട്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോയാൽ ഗിഫ്റ്റ് കൊടുക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് പോയത്. അപ്പോൾ അവൾ പറഞ്ഞു ഗിഫ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെയുള്ള ചടങ്ങല്ലാന്ന്. അപ്പോൾ ഞങ്ങൾക്ക് ആകെ അങ്ങ് കൺഫ്യൂഷൻ ആയിപ്പോയി. നമ്മൾ ചെയ്യുന്നത് ഇനി മിസ്റ്റേക്കായി പോവോ, അല്ലെങ്കിൽ ശരിയാണോ തെറ്റാണോ ആർക്കും അറിയില്ലല്ലോ ഇങ്ങനൊരു ചടങ്ങ്. പിന്നെ അന്നേരം യൂട്യൂബിൽ പെട്ടെന്ന് ഉച്ചയ്ക്ക് വന്ന് വിളിക്കുക ചെയ്തത്. അപ്പോൾ യൂട്യൂബിൽ നോക്കാനൊന്നും പറ്റിയില്ല, ഗിഫ്റ്റ് മേടിക്കാൻ പറ്റാത്തൊരു പൈസയൊക്കെയാണ് കൊണ്ടുപോയത്. അങ്ങനെ എന്തായാലും അടിപൊളിയായിട്ട് പരിപാടി കഴിഞ്ഞു. അതിനുശേഷം സ്നാക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു മധുരമുള്ള ടൈപ്പ് മിക്സറും സമൂസയും പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനുള്ള ഒരു സോസും ഉണ്ടായിരുന്നു. അതിന് ശേഷം ഞങ്ങൾ അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് അടിപൊളിയായിട്ട് ഞങ്ങളുടെ ആ ഒരു ദിവസം എൻഡ് ചെയ്തു. അതിനുശേഷം അവൾ ട്രാൻസ്ഫർ പോവാണ് കേട്ടോ. ഇതാണ് നമുക്ക് ഒരിക്കലും ഒരു അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളെങ്കിൽ പോലും മനസ്സുകൊണ്ട് നമുക്ക് സന്തോഷം തരാത്തൊരു ദിവസമാണിത്. കാരണം അവർ പോകുന്നു, നമുക്കിനി എപ്പോഴായാലും എവിടെയായാലും കാണാം, എവിടെയെങ്കിലും വെച്ച് കാണുമെന്ന് പ്രതീക്ഷിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നല്ല ഫ്രണ്ട്സ് ആയിരുന്നുകൊണ്ട് കോണ്ടാക്ട് ചെയ്യും. ആരൂട്ടനൊക്കെ കേട്ടന്ന് കരയാണ് കേട്ടോ, വേറെ ഓപ്ഷൻ ഇല്ല അവൾക്ക്. അവൾ പറയുമായിരുന്നു അവൾക്ക് നമ്മളൊക്കെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു, അവൾ ശരിക്കും മിസ് ചെയ്യും, ശരിക്കും അവൾക്ക് അടിപൊളിയായിരുന്നു ഇവിടുത്തെ ലൈഫ് എന്നൊക്കെ പറയുമായിരുന്നു.
ആക്ച്വലി നമ്മളാണ് ശരിക്കും അവളെ മിസ് ചെയ്യുന്നത്. വി ആർ റിയലി മിസ്സിങ് യു ഡിയർ. എനിവേ എവിടെയെങ്കിലും വെച്ചിട്ട് കാണാം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. ബൈ.